യൂട്യൂബിന്റെ കാലഘട്ടമാണ്, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഇപ്പോ നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ആണുങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. എന്നിട്ട് അതില് കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുക, ആ യൂട്യൂബിന് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കാണാനും അതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ആളുകൾ കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വാർത്തയുണ്ട്. ഒരു സഹോദരനും ഒരു സഹോദരിയും, ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ വയസ്സ് കൂടുതലാ. ഭാര്യ ഗർഭിണിയായപ്പോ അതിങ്ങനെ യൂട്യൂബില് പ്രഗ്നൻസി ടെസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് അത് യൂട്യൂബിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന ചില മുസ്ലിം വ്ലോഗർമാരുണ്ട്. അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ ഒരു പെണ്ണ് ഒരാണിനേക്കാൾ വയസ്സ് കൂടുതലാണല്ലോ, നബിതങ്ങളും ഖദീജ ബീവി അങ്ങനെ ജീവിച്ചവരാണല്ലോ, അതുകൊണ്ട് ഒരു ജീവിച്ചോട്ടെ ഉസ്താദ് എന്ന് പറയുന്നവരോട് ഞാൻ പറയാ, ഒരു ജീവിച്ചോട്ടെ, അവരുടെ ജീവിതത്തിലേക്ക് ആരും കയറുന്നില്ല. പക്ഷേ പേരിന് മുസ്ലിമാണ്, പക്ഷേ ബാക്കിയുള്ള ജീവിത കാര്യങ്ങൾ മുഴുവനും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേരിന് മാത്രം മുസ്ലിം ആയാലും പോരാ. അതുകൊണ്ടാണ് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുന്നതോ, നിങ്ങളുടെ ഈമാൻ എന്റെ പ്രിയമുള്ളവരെ നിലനിൽക്കണമെങ്കിലോ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനില് ഒരായത്തുണ്ട്. ചെറുപ്പക്കാരാ, ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരോട് പറയുകയാ, ഇവിടെ നിറഞ്ഞിരിക്കുന്ന വാപ്പമാരോട് പറയുകയാ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങളുണ്ടല്ലോ, ഒരായത്തതാ പറയുകയാ. ഈ പറയുന്ന ആയത്തിന്റെ പ്രിയമുള്ളവരെ നിരവധി തവണയുണ്ടല്ലോ ജീവിതത്തിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുവരേണ്ടതാ. റസൂലുള്ള സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ആയത്താ. ഏതാണ് ആയത്തെന്നറിയോ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, നാദാ ഞങ്ങളുടെ മനസ്സുകളെ നീ വ്യതിരിക്തരാക്കല്ലേ അല്ലാ, ഞങ്ങളുടെ മനസ്സിനെ നീ തെറ്റിക്കല്ലേ അല്ലാ, ഈമാന് നിലനിർത്തണേ അല്ലാ എന്നെന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരോട് പറയുകയാ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങൾ പറയുകയാ, ആരെങ്കിലും ഒരാൾ പടച്ചവനെ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്നു വിശ്വാസിയായി മരിക്കുന്ന സമയത്തോ ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയുന്നവരാരാ? മൻകാന ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാന ശ്വാസം എന്റെ പ്രിയമുള്ളവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടല്ലോ ദഖലൽ ജന്ന, അവരെന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിലാണെന്ന് പറയുമ്പോ ഒരു വേദനിപ്പിക്കുന്ന ചരിത്രം ഞാൻ നിങ്ങളോട് പറയുകയാ. ഇന്ന് പൈസ കിട്ടുമ്പോ, പദവി കിട്ടുമ്പോ ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങൾ പറയുന്നവരോട് പറയുകയാ, ഇസ്ലാമിനെതിരെ പദവികൾ കിട്ടുമ്പോ, സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോ, പൈസ കിട്ടുമ്പോ ഇസ്ലാമിനെതിരെ എന്റെ പ്രിയമുള്ളവരെ പ്രവർത്തിക്കുന്നവരോട് പറയുകയാ, പാടില്ല പാടില്ല. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അവരുടെ ദുനിയാവുണ്ടല്ലോ, അവരുടെ ആഖിറമുണ്ടല്ലോ, അല്ലാഹു വിജയിപ്പിക്കൂല. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് പറയുകയാ, നിങ്ങളുടെ മക്കളോ ഔറത്തിന്റെ പ്രിയപ്പെട്ടവരെ മറക്കാതെ നടക്കാൻ പാടില്ല. മദ്രസയിലേക്ക് പോകുമ്പോ ഹിജാബിടുന്ന മക്കളാണല്ലോ, മദ്രസയിലേക്ക് പോകുമ്പോ നിക്കാബിടുന്ന മക്കളാണല്ലോ. എന്നാൽ ഈ മനോഹരമാകുന്ന സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഉസ്താദേ മദ്രസയിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് മഫ്തയിടുന്നില്ല, അതുകൊണ്ട് ബറദയിടുന്നില്ല, അതുകൊണ്ട് ഔറത്ത് മറക്കാതെ പോകുന്ന പെങ്ങന്മാരോട്
ഉമ്മമാരോട് പറയുകയാ, മോളെ പാടില്ലോ, പേരിന് എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമായാല് പോരാ, പേരിന് വിശ്വാസിയായാല് പോരാ, ഒരു മഹദിയുടെ ചരിത്രം പഠിക്കാൻ പോകുകയാ. ഈ ചരിത്രങ്ങൾ പഠിക്കുമ്പോ നമ്മുടെ രോമങ്ങൾ എന്റെ പ്രിയമുള്ളവരെ എണ്ണീച്ചു നിൽക്കാൻ കഴിയണമല്ലോ. മാഷിത ബീവിയുടെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിക്കണമല്ലോ. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാ. ഇവിടെ ഇരിക്കുന്ന വാപ്പമാരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുവരേണ്ട ചരിത്രമാ. ആരാ മാഷിത ബീവി? ആരാ മാഷിത ബീവി? ഇസ്രാ മിഅ്റാജ് യാത്ര നമ്മൾ പറഞ്ഞതാണല്ലോ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങളോ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിലോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുമായിട്ടോ പടച്ചവനെ യാത്ര ചെയ്യുമ്പോ ഒരു സ്ഥലമെത്തുമ്പോ ഒരു വല്ലാത്ത സുഗന്ധത്തിന്റെ പരിമളമാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങളോ ജിബ്രീലിനോട് ചോദിക്കുകയാ, എന്താണ് ജിബ്രീലേ ഈ മനോഹരമാകുന്ന സുഗന്ധത്തിന്റെ പരിമളമുണ്ടല്ലോ, അതെവിടെന്നാണ് ജിബ്രീലേ? ജിബ്രീലിന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളയോട് പറയുകയാ, നബിയേ യാ റസൂലല്ലാഹ്, അത് മാഷിത ബീവിയുടെ 3 മക്കളുടെ ഖബറാണ് നബിയേ, അവരുടെ സ്ഥലമാണ് നബിയേ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങൾ ചോദിക്കുകയാ, ആരാ മാഷിത ബീവി? ആരാ? ആരാ മാഷിത ബീവി? ആരാ? ലോകത്തിന്റെ പ്രവാചകനോട് ജിബ്രീലതാ പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹദിയാ. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹദിയോ മാഷിത ബീവി എന്ന് പറയുന്നതോ. മാഷിത ബീവി റളിയല്ലാഹു അൻഹയുണ്ടല്ലോ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. മാഷിത ബീവിയോട് മൂസ നബി പറയുകയാ, മാഷിത എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, എന്ത് നന്മകൾ തുടർന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കണേ. അല്ലാഹുവേ, മാഷിത ബീവി റളിയല്ലാഹു അൻഹാ ഫിർഔൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ തെമ്മാടിയുടെ വീട്ടില് വേലക്കാരി മാഷിത ബീവി റളിയല്ലാഹു അൻഹാ എന്ത് ചെയ്താലും ബിസ്മി ചൊല്ലി തുടങ്ങുകയാ, എന്ത് ചെയ്താലും ബിസ്മി ചൊല്ലി തുടങ്ങുകയാ. പാചകം ചെയ്യുമ്പോ, വസ്ത്രമലക്കുമ്പോ, നന്മകൾ ചെയ്യുമ്പോ മാഷിത ബീവി റളിയല്ലാഹു അൻഹാ ബിസ്മി ചൊല്ലി തുടങ്ങുകയാ. സുബ്ഹാനല്ലാഹ്, ഫിർഔനിന്റെ പൊന്നുമോളുണ്ടല്ലോ, പടച്ചവനെ മുടിയീരാൻ വേണ്ടിയിട്ടോ ഫിർഔനിന്റെ വേലക്കാരിയാകുന്ന മാഷിത ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. മാഷിത ബീവി പുതിയ ചീർപ്പെടുക്കുകയാ. പുതിയ ചീർപ്പെടുത്തുകൊണ്ട് ഫിർഔനിന്റെ മകളുടെ തലയുണ്ടല്ലോ ഈരാന് പോകുമ്പോ മാഷിത ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്ന് പറയുന്ന വചനം എന്റെ പ്രിയമുള്ളവരെ ഉപയോഗിക്കുമ്പോ പടച്ചവനെ ഫിർഔനിന്റെ മകളുണ്ടല്ലോ ഫിർഔനിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഫിർഔനിനോട് പറയുകയോ, മാഷിത ഇസ്ലാമിലേക്ക് കടന്നു പോയല്ലോ വാപ്പാ. ഫിർഔനിന്റെ പ്രിയമുള്ളവരെ നെട്ടുകയാ, ഫിർഔനിന്റെ പ്രിയമുള്ളവരെ വിറങ്ങലിക്കുകയാ. മാഷിത ബീവിയെ കൊണ്ടുവരികയാ. മാഷിത ഇസ്ലാമിലേക്ക് കടന്നു പോയെങ്കിലോ മാഷിതയ്ക്കോ ഒരു നീചനാകുന്ന ഫിർഔൻ എന്ന് പറയുന്ന മോശപ്പെട്ടവൻ പറയുകയാ, മാഷിത ഇസ്ലാമിലേക്ക് കടന്നു പോയെങ്കിലോ മാഷിതയ്ക്കോ അതിനുള്ള ശക്തമാകുന്ന നടപടിയുണ്ടല്ലോ, എടുക്കണമല്ലോ. മാഷിത ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുവരികയാ. എന്നിട്ടോ ഒരു ചൂടുള്ള ചട്ടിയിൽ എന്റെ പ്രിയമുള്ളവരെ എണ്ണയുണ്ടല്ലോ ചൂടാക്കുകയാ. മാഷിത ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുവരികയാ. എന്നിട്ടോ ഫിർഔൻ എന്ന് പറയുന്ന നീചനന്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കുകയാ, ഇസ്ലാമിൽ നിന്ന് പുറത്തു വരുമോ, അള്ളാനെ വലിച്ചെറിയുമോ, ഇസ്ലാമിൽ നിന്ന് കടന്നു വരുമോ എന്നെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ മാഷിത ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഇല്ല ഇല്ല,
എന്നെ എന്തെല്ലാം ചെയ്താലും, എന്നെ ഈ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാലോ, എന്നെ ഈ എണ്ണയിലേക്ക് ചുട്ടെറിഞ്ഞാലോ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്നെ പ്രിയമുള്ളവരെ മാഷിത ബീവി പറയുമ്പോ ഫിർഔനദാ മാഷിത ബീവിയോട് പറയുകയാ, ഇത് നിനക്കല്ല മാഷിത, ഈ ചൂടുള്ള എണ്ണയുണ്ടല്ലോ അത് നിനക്കല്ല മാഷിത. മാഷിത ബീവിയുടെ 7 വയസ്സുള്ള പൊന്നുമോൾ പടച്ചവനെ കൊണ്ടുവരികയാ. മാഷിത ബീവിയുടെ 7 വയസ്സുള്ള പൊന്നുമോളെ കൊണ്ടുവരികയാ. എന്നിട്ടോ മാഷിത ബീവിയോട് ഫിർഔൻ ചോദിക്കുകയാ, ഇസ്ലാമിൽ നിന്ന് കടന്നു വരുമോ, അള്ളാനെ വലിച്ചെറിയുമോ, മുസ്ലിമിൽ നിന്ന് പുറത്തേക്ക് വരുമോ എന്നെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ മാഷിത ബീവി പറയുകയാ, ഇല്ല ഇല്ല. ഫിർഔനദാ പറയുകയാ, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ 7 വയസ്സുള്ള പൊന്നുമോളയുണ്ടല്ലോ ഈ കാണുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുന്നതാ. മാഷിത ബീവി റളിയല്ലാഹു അൻഹ കരയുകയാ, മാഷിത ബീവി സങ്കടപ്പെടുകയാ, മാഷിത ബീവി വേദനിക്കുകയാ. മാഷിത ബീവി 7 വയസ്സുള്ള പൊന്നുമകളുടെ മുഖത്ത് നോക്കി പറയുകയാ, അല്ലാഹുവേ രക്ഷിക്കടേ അല്ലാ. മാഷിത ബീവി ഫിർഔനിന്റെ മുഖത്ത് നോക്കി പറയുകയാ, എന്റെ പൊന്നുമോളെ കൊന്നാലും, എന്റെ പൊന്നുമോളെ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞാലോ ഈ മാഷിതയുണ്ടല്ലോ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂല. ഫിർഔന 7 വയസ്സുള്ള പൊന്നുമോളയുണ്ടല്ലോ തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ. ആ പൊന്നുമോള് ആ എണ്ണയിൽ കിടന്നുകൊണ്ട് കരിയുകയാ. ഫിർഔനന്റെ പ്രിയമുള്ളവരെ അടങ്ങിയില്ല. ഫിർഔനുണ്ടല്ലോ രണ്ടാമത്തെ മകളെ എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരികയാ. മാഷിത ബീവിയുടെ രണ്ടാമത്തെ മകളെ കൊണ്ടുവരികയാ. എന്നിട്ട് ആ എണ്ണയിലേക്ക് ഇടുകയാ. എന്നിട്ട് മാഷിത ബീവിയോട് ചോദിക്കുകയാ, മാഷിത ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുമോ, അള്ളാനെ വലിച്ചെറിയുമോ, മുസ്ലിമിൽ നിന്ന് പുറത്തേക്ക് വരുമോ? മാഷിത ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇല്ല ഫിർഔനേ, ഇല്ല ഫിർഔനേ, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരില്ലെന്ന് പറയുമ്പോ ഫിർഔനന്റെ പ്രിയമുള്ളവരെ ദേഷ്യമടങ്ങുന്നില്ല. സുബ്ഹാനല്ലാഹ്. മാഷിത ബീവിയുടെ 7 മാസം പ്രായമുള്ള പൊന്നുമോനെ കൊണ്ടുവരികയാ. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരെ, നിങ്ങളുടെ മടിയില് 7 മാസമുള്ള ചെറിയ മക്കളുണ്ടെങ്കിലോ അവർക്ക് മുത്തം കൊടുത്ത് കൊതി തീരാത്ത ഉമ്മമാരോട് പറയുകയാ, അവർക്ക് കൊതി തീരാതെ മുത്തം കൊടുക്കുന്ന വാപ്പമാരോട് പറയുകയാ, മാഷിത ബീവിയുടെ 7 മാസമുള്ള പടച്ചവനെ പൊന്നുമോനെയുണ്ടല്ലോ ഫിർഔന് കൊണ്ടുവരികയാ. എന്നിട്ടാ ഫിർഔന് ചോദിക്കുകയാ, 7 മാസം പ്രായമുള്ള പൊന്നുമോനന്റെ കയ്യിലുണ്ടല്ലോ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുമോ, മുസ്ലിമിൽ നിന്ന് പുറത്തേക്ക് വരുമോ? പടച്ചവനെ ഫിർഔനദാ പറയുമ്പോ മാഷിത ബീവി റളിയല്ലാഹു അൻഹ കരയുകയാ. മാഷിത ബീവി സങ്കടപ്പെടുകയാ. മാഷിത ബീവിയുണ്ടല്ലോ 7 മാസം പ്രായമുള്ള പൊന്നുമോന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. പൊന്നുമോന് കൊതി തീരാതെ മുത്തം കൊടുക്കുകയാ. മാഷിത ബീവി കരയുമ്പോ 7 മാസം പ്രായമുള്ള പൊന്നുമോനുണ്ടല്ലോ സംസാരിക്കുകയാ. മാഷിത ബീവിയോട് പറയുകയാ, കരയല്ലേ ഉമ്മ, സങ്കടപ്പെടല്ലേ ഉമ്മ, ഇത് അല്ലാഹുവിന്റെ സവിധത്തിൽ നിന്നുള്ളതാണല്ലോ, ഈ പരീക്ഷണങ്ങൾ നേരിടാമല്ലോ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ മാഷിത ബീവി റളിയല്ലാഹു അൻഹ കരയുകയാ. ഫിർഔനുണ്ടല്ലോ മാഷിത ബീവിയോട് ചോദിക്കുകയാ, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വിടുമോ, ഇല്ലെങ്കിലോ 7 മാസം പ്രായമുള്ള പൊന്നുമോനെയുണ്ടല്ലോ വലിച്ചെറിയുമെന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ മാഷിത ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇല്ല 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 ഇല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂല. പടച്ചവനെ ഫിർഔനുണ്ടല്ലോ 7 മാസം പ്രായമുള്ള പൊന്നുമോൻ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ. അല്ലാഹുവേ, ആ 3 പുണ്ടികളുണ്ടല്ലോ ആ എണ്ണയിൽ കിടന്നുകൊണ്ട് കരിയുമ്പോ മാഷിത ബീവിയെ ഫിർഔന് വലിച്ചു കൊണ്ടുവരികയാ. എന്നിട്ടതാ ഫിർഔന് ചോദിക്കുകയാ, 3 പേര് കത്തിക്കരിഞ്ഞു പോയല്ലോ, ഇനി നിന്നെ കൊല്ലാൻ പോകുകയാണല്ലോ. ആ സമയത്ത് ഫിർഔനോട് മാഷിത
ബീവി പറയുകയാ, ഇല്ല ഇല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരൂല. എനിക്കൊരു അഭിലാഷമുണ്ടല്ലോ, എനിക്കൊരു ആഗ്രഹമുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നു പോയല്ലോ. എന്നാ എനിക്ക് വല്ലാത്തൊരു അഭിലാഷമുണ്ടോ. ഫിർഔനിന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാ, എന്താണ് അഭിലാഷമെന്ന് പറയുമ്പോ മാഷിതാ ബീവി പറയുകയാ, എന്നെ 3 കുട്ടികളെ നിങ്ങൾ കരിച്ചു കളഞ്ഞല്ലോ, 4ാമത് എന്നെയും നിങ്ങൾ കരിച്ചു കളയുമല്ലോ. എന്നാ ഞങ്ങളെ 4 പേരെയും നിങ്ങൾ കുഴിച്ചിടുമ്പോ അതൊരു കബറിലാക്കണേ, അതൊരു കബറിലാക്കണേ, അതൊരു കബറിലാക്കണേ. ഫിർഔനിനോട് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഫിർഔനുണ്ടല്ലോ മാഷിതാ ബീവിയോട് പറയുകയാ, തോറ്റുപോയി മാഷിതാ, നിന്റെ ഈമാനിന്റെ മുമ്പിലോ നിന്റെ വിശ്വാസത്തിന്റെ മുമ്പിലോ ഞാനുണ്ടല്ലോ, തോറ്റുപോയി മാഷിതാ. മാഷിതാ ബീവിയെ വലിച്ചെറിയുകയാ. അതാരടോ ഈമാനെന്ന് പറയുന്നതോ, അതാരടോ വിശ്വാസികളെന്ന് പറയുന്നതോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, പൈസ കിട്ടുമ്പോ പദവി കിട്ടുമ്പോ ഇസ്ലാമിനെതിരെ അവഹേളനങ്ങൾ കൊണ്ടുവിടുന്നവരെ, പേരിന് മുസ്ലിമായാല് പോരാ, പേരിന് വിശ്വാസിയായാല് പോരാ. റസൂലുള്ള പറയുകയാ, എന്ത് നന്മകൾ ചെയ്താൽ വിശ്വാസികളെന്ന് പറയുന്നതോ അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്നവരാ. ഒന്ന് മാഷിതാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ എനിക്കും നിങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ വേണം. 3 കുട്ടികളെ ഫിർഔൻ കത്തിച്ച് കരിച്ചു കളഞ്ഞു, മാഷിതാ ബീവിയെയും കരിച്ചു കളഞ്ഞു. ആ സമയത്തും മാഷിതാ ബീവി റളിയല്ലാഹു അൻഹ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്, എനിക്ക് ഇസ്ലാം മതി, എനിക്ക് അല്ലാഹ് മതി എന്നാ പറഞ്ഞേ. അതാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. പൈസ കിട്ടിയാലും പദവി കിട്ടിയാലും എന്റെ പ്രിയപ്പെട്ടവരെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകാത്തവരാണ്. എന്ത് ചെയ്താലും അൽഹംദുലില്ലാ അവർ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്ന്, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിക്കൊണ്ട് പറയാ, വിശ്വാസികൾ അവരുടെ ദുനിയാവും ആഖിറവും എന്റെ പ്രിയപ്പെട്ടവരെ വിജയിച്ചു. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറയും, ഉസ്താദേ ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണല്ലോ ഉസ്താദേ, ഞങ്ങൾ അങ്ങനെ മരിക്കുമല്ലോ ഉസ്താദേ. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കണ്ട, പ്രതീക്ഷിക്കണ്ട. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ ആകത്തുകയാണ് ആ മരിക്കണ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവർ ഈമാനോടുകൂടി മരിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഒരാൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ അല്ലാഹു തരുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്തെന്നറിയോ? ഈ ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ ഞങ്ങൾ കറുത്തുപോയി ഉസ്താദേ, എന്താ പറയണേ, ഞങ്ങൾ കറുത്തുപോയി ഉസ്താദേ, കടലിൽ മീൻ പിടിക്കാൻ പോയി ഉസ്താദേ, വെയിൽ കൊണ്ട് കറുത്തുപോയി ഉസ്താദേ. നമ്മൾ ഈ ചില സ്ഥലത്തൊക്കെ വാഴുന്നതിന് പോകുമ്പോ ചില സഹോദരിമാരൊക്കെ കരഞ്ഞിട്ട് പറയാറുണ്ട്, ഉസ്താദേ എന്റെ മകള് കറുത്തുപോയതിന്റെ പേരിൽ എന്റെ മകൾക്ക് നല്ലൊരു വിവാഹാലോചന ശരിയാകണില്ല ഉസ്താദേ എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയാ, നമ്മൾ എത്ര കറുത്തിരണ്ടിരുന്നാലും നമ്മുടെ ജനാസ എന്റെ പ്രിയപ്പെട്ടവരെ പുഞ്ചിരിച്ചിരിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്താ പറയണേ, നമ്മൾ എത്ര കറുത്തിരണ്ടിരുന്നാലും നമ്മുടെ ജനാസ എന്റെ പ്രിയപ്പെട്ടവരെ പ്രകാശിച്ചിരിക്കാൻ കഴിയണം. അല്ലാഹുവേ, അങ്ങനെയുള്ള ജനാസയെ ഞങ്ങളുടെ ജനാസയെ നീ മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാൻ. ഇപ്പൊ ഞാന് ഒരു 2 കൊല്ലം മുമ്പ് ഇവിടെ നമ്മുടെ കോഴിക്കോട് മാനന്തവാടിയിൽ വഴന്നിന് പോകാൻ വേണ്ടിയിട്ട് ആലപ്പുഴ ട്രെയിൻ കയറി കോഴിക്കോട്ടേക്ക്. അപ്പൊ എന്റെ ചുറ്റും ഒരു 4 ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്. ഒരുത്തൻ പാൻസ് ആണ്, ഒരുത്തൻ മുണ്ടാണ്, ഒരുത്തൻ BPL കാർഡാന്ന് തോന്നുന്നു, കാരണം പാൻസ് ഉണ്ട് പക്ഷെ ഓട്ടയാണ്, ഒരുത്തൻ ട്രൗസർ ഇട്ടിരിക്കണേ. അപ്പൊ അതിൻ്റെ അകത്ത് മുണ്ടെടുത്ത ചെറുപ്പക്കാരൻ എന്നെ കുറെ നേരം ഇങ്ങനെ നോക്കണുണ്ട്. അപ്പൊ ഞാൻ തൊപ്പി വെച്ചിട്ടില്ല. ഉസ്താദേ എവിടെ കണ്ടു പരിചയമുണ്ട്? ഞാൻ എവിടെന്നാ മനസ്സിലാകണില്ല. ഉസ്താദ് തൊപ്പി ഒന്ന് എടുത്ത് വെക്കുവോ? ഞാൻ തൊപ്പി എടുത്ത് വെച്ചു, മനസ്സിലാകണില്ല ഉസ്താദെ. ആ ഷാളും കൂടി ഒന്ന് എടുത്തിടുവോ? ഞാൻ ഷാളും എടുത്തിട്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, ഉസ്താദാണ് ആഷിഖ് താരമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ആള്. അപ്പൊ ഈ ചങ്ങാതി പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ വയലിന് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ കേൾക്കാറുണ്ട് ഉസ്താദെ. അപ്പൊ ഞാൻ ചോദിച്ചോടാ ചങ്ങാതി, നീ എന്റെ വയല് കേൾക്കുന്നവരാണെന്ന് പറഞ്ഞു, എടാ നിനക്ക് എന്നെ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇവൻ പറയും, ഉസ്താദെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ വയല് കേൾക്കുമ്പോൾ അതിന് മുഴുവനും നിങ്ങൾ വെളുത്തിട്ട അവസ്ഥാനെ, നേരിട്ട് കാണുമ്പോൾ കറുത്തിട്ട അവസ്ഥാനെ. അള്ളാഹു ഹീമ നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. നമ്മൾ എത്ര കറുത്തിരണ്ടിരുന്നാലും നമ്മൾ മരിക്കണ സമയത്ത് എങ്ങനെ മരിക്കാൻ കഴിയണം? ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയണം. അള്ളാഹുവേ, അതിനുള്ള ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് അവര് വിശ്വാസികളാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ആദരമാകുന്ന പ്രവാചകൻ
പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, രണ്ടാമത്തെ വിഭാഗമാരാ, അവരുടെ ദുനിയാവുണ്ടല്ലോ, അവരുടെ ആഖിറമുണ്ടല്ലോ, അള്ളാഹു വിജയിപ്പിക്കുന്നതാ. ഏതാ രണ്ടാമത്തെ വിഭാഗമെന്നറിയോ? വഅമിലു സ്വാലിഹാ. ആരാണോ നന്മകൾ ചെയ്യുന്നവരോ, ആരാണോ നന്മകൾ ചെയ്യുന്നവരോ, ഇൻഷാ അല്ലാഹ് അവരെന്റെ പ്രിയമുള്ളവരെ ഈമാനോടുകൂടി മരിക്കുന്നതാ. അസനിയ അറബി കോളേജിന്റെ മനോഹരമാകുന്ന ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ള വാപ്പമാരോട് പറയുകയാ, ഇന്നലെ ഹുദവി ഉസ്താദ് 1000 ചോദിക്കുമ്പോ 1000 കൊടുത്തവരോട് പറയുകയാ, സദഖ ചോദിക്കുമ്പോ ബക്കറ്റിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ അതിലേക്ക് പൈസ ഇടുന്നവരോട് പറയുകയാ, മോനെ അതെല്ലാ നന്മകളാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, നന്മകൾ ചെയ്യണമെടോ, സദഖകൾ കൊടുക്കണമെടോ, ഇഖ്ലാസോടുകൂടി സദഖകൾ കൊടുക്കണമെടോ. എന്നാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ കഴിയുന്നതാ. സദഖ കൊടുക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമേതാ? സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കോ അല്ലാഹു തരുന്ന പ്രതിഫലമേതാ? ഇതിലൂടെ ബക്കറ്റുകൾ പോകുമ്പോ അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ പൈസ ചോദിക്കുമ്പോ അതിലേക്ക് സദഖ കൊടുക്കുന്നവരോട് പറയുകയാ, അല്ലാഹു തരുന്ന പ്രതിഫലമേതാ? അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാതി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. ആരെങ്കിലും ഒരാൾ സൽക്കർമ്മങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചെയ്തു കഴിഞ്ഞാൽ പുഴകൾ ഒഴുകുന്ന, അരുവികൾ ഒഴുകുന്ന, മനോഹരമാകുന്ന പൂന്തോട്ടങ്ങളുള്ള സ്വർഗമുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ സദഖ കൊടുക്കുന്നവരെ, നന്മകൾ ചെയ്യുന്നവരെ, ഹൂറുലീങ്ങളെ അല്ലാഹു പടച്ച തമ്പുരാൻ തരുന്നതാ. ആ സ്വർഗത്തിൽ നിന്നു അല്ലാഹു ഇറക്കി വിടൂല എന്നെ പ്രിയമുള്ളവരോട് പറയുമ്പോ, സ്നേഹനിധികളാകുന്ന വാപ്പമാരോട് പറയുകയാ, സ്നേഹനിധികളാകുന്ന ഉമ്മമാരോട് പറയുകയാ, ഈ ഹസനിയ അറബി കോളേജിന് നേതൃത്വം കൊടുക്കുന്നതോ അത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളാ. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സയ്യിദ് അവറുകൾ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു വന്നുകൊണ്ട് സദഖകൾ ചോദിക്കുമ്പോ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ടോ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നവരോട് പറയുകയാ, അസദഖതു റത്തുൽ ബലാ. സദഖ എന്ന് പറയുന്നതോ വിപത്തുകളെ എന്റെ പ്രിയപ്പെട്ടവരെ തട്ടിമാറ്റുമെന്ന് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, സന്മാർഗങ്ങൾ ചെയ്യുന്നവരാരാ, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് അവരുടെ ദുനിയാവുണ്ടല്ലോ, അവരുടെ ആഖിറമുണ്ടല്ലോ, അല്ലാഹു വിജയിപ്പിക്കുന്നതാ. സമയത്തിന്റെ കുറവ് മൂലം പറഞ്ഞു പോകുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോ ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോ റസൂലുള്ളാഹിയുടെ വീട്ടിലേക്കോ ഒരു യാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, ദാരിദ്ര്യമാ, വേദനയാ, സങ്കടമാ. ലോകത്തിന്റെ പ്രവാചകനോട് പറയുമ്പോ റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാ. ആയിഷ ബീവി നബി തങ്ങളോട് പറയുകയാ, ദാരിദ്ര്യമാ, ഇവിടെ ഭക്ഷണമില്ല. പ്രവാചകനാകുന്ന നബി തങ്ങളതാ കൈവിടുന്നില്ല. യാചകനോട് ദൂരെ കാണുന്നൊരു വീടുണ്ടല്ലോ, പടച്ചവനെ കാണിച്ചു കൊടുക്കുകയാ. ഫാത്തിമ ബീവിയുടെ വീടുണ്ടല്ലോ, റസൂലുള്ളാഹി എന്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു കൊടുക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു
റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്കോ കടന്നു ചെന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാത്തിമയുണ്ടല്ലോ കഴിക്കാൻ ഭക്ഷണം തരുന്നതാ. യാചകന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്നു ഫാത്തിമ ബീവിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവി ഇറങ്ങി വരികയാ. ഫാത്തിമ ബീവിയോട് പറയുകയാ, വിശക്കുന്നു ഫാത്തിമ, റസൂലുള്ള പറഞ്ഞതാ കഴിക്കാൻ ഭക്ഷണം തരുമോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുണ്ടല്ലോ വീടിന്റെ അകത്തേക്ക് പടച്ചവനെ കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടുക്കളയിലേക്ക് പടച്ചവനെ കടന്നു ചെല്ലുകയാ. പാത്രങ്ങൾ പരതുകയാ. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ പഴങ്ങളില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് വീടിന് പുറത്തേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവേ, ഹസൻ ഹുസൈനും പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ കൈകളിലേക്ക് എടുക്കുകയാ. യാചകന്റെ കൈകളിലേക്ക് ആ പുതപ്പ് കൊടുക്കുമ്പോ, അല്ലാഹുവേ, യാചകൻ കരഞ്ഞുകൊണ്ട് പറയുകയാ, ഫാത്തിമ, പുതപ്പ് വേണ്ട ഫാത്തിമ, കഴിക്കാൻ ഭക്ഷണം തരുമോ ഫാത്തിമ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടുക്കളയിലേക്ക് രണ്ടാമത്തെ തവണയുണ്ടല്ലോ കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവി സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്നു അല്ലാഹുവേ ഒരു യാചകനുണ്ടല്ലോ കടന്നു വന്നു, നാദാ എന്റെ കയ്യിൽ കൊടുക്കാൻ ഭക്ഷണമില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുമ്പോ, ഫാത്തിമ ബീവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാ. ഈ കണ്ണുനീര് ഭൂമിയിലേക്ക് പതിക്കുമ്പോ ഒരു അശരീരി എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. കരയല്ലേ, വേദനിക്കല്ലേ, സുജൂദിൽ നിന്ന് എണ്ണീക്കണേ. ഫാത്തിമ വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ചിരിക്കുന്ന ഒരലമാരയുണ്ടല്ലോ, അലമാരയിലോ നിനക്ക് വേണ്ടി ഒരു സമ്മാനമുണ്ട്. ഫാത്തിമ ബീവി കണ്ണു തുടക്കുകയാ. വസ്ത്രങ്ങൾ ശേഖരിച്ചിരിക്കുന്നു അലമാരയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ, സുബ്ഹാനല്ലാഹ്, വസ്ത്രങ്ങൾ ഇങ്ങനെ പരതുമ്പോ അതിലൊരു പടച്ചവനെ പൊതിയുണ്ടല്ലോ ലഭിക്കുകയാ. ആ പൊതി തുറന്നു നോക്കുമ്പോ അതിലൊരു ആഭരണമാ, അതിലൊരു മാലയാ, അതിലൊരു ആഭരണമാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മാലയിലേക്ക് ചുംബനം കൊടുക്കുകയാ. ഫാത്തിമ ബീവി കരയുകയാ. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കയ്യിലിരിക്കുന്ന മാലയുണ്ടല്ലോ യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോ, ഇലാ ഹളറത്തി റസൂലില്ലാഹ്, പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. പ്രവാചകനുണ്ടല്ലോ ഫാത്തിമ ബീവിയുടെ ചാരത്ത് നിന്ന് വന്ന യാചകനോട് ചോദിക്കുകയാ, ഫാത്തിമ ബീവിയുണ്ടല്ലോ നിനക്കെന്തെങ്കിലും സദക്ക തന്നോ എന്നെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ, യാചകനതാ പറയുകയാ, ഇല്ല നബിയേ, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ എനിക്കൊരു മാല തന്നു നബിയേ. ഈ മാല തരുമ്പോ ഫാത്തിമ കരഞ്ഞു നബിയേ. പ്രവാചകൻ ചോദിക്കുകയാ, ആ മാലയൊന്ന് കാണിച്ചു തരുമോ? യാചകനുണ്ടല്ലോ കയ്യിലിരിക്കുന്ന മാല എടുത്തുകൊണ്ട് നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കുമ്പോ, ലോകത്തിന്റെ പ്രവാചകനതാ ആ മാല കണ്ടുകൊണ്ട് കരയുകയാ. പ്രവാചകനാകുന്ന നബി തങ്ങളോ മാല കണ്ടുകൊണ്ട് കരയുകയാ. ആ മാലയിലേക്കോ ചുംബനം കൊടുക്കുകയാ. പടച്ചവനെ, സഹാബത്തോടി വരികയാ. നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നതോ, എന്തിനാ സങ്കടപ്പെടുന്നതോ? നബി തങ്ങൾ പറയുകയാ, സഹാബോ, ഈ മാല ആരുടെ മാല എന്നറിയോ? ഇതെന്റെ ഖദീജയുടെ മാലയാ സഹാബ. ലോകത്തിന്റെ പ്രവാചകന്റെ എല്ലാമാണല്ലോ, റസൂലുള്ളാഹിയുടെ എല്ലാമാണല്ലോ. മഹദി ഖദീജ ബീവി വിട പറയുമ്പോ, ഖദീജ ബീവി ഫാത്തിമയെ
വിളിക്കുകയാ. ഫാത്തിമ ബീവിയോട് പറയുകയാ, ഒരുപാട് സമ്പത്ത് എനിക്ക് അല്ലാഹു തന്നല്ലോ, അത് മുഴുവനും ദീനിന് കൊടുത്തല്ലോ, അത് മുഴുവനും ഇസ്ലാമിന് കൊടുത്തല്ലോ. എന്റെ കയ്യിൽ അവസാനമായി തരാനുള്ളതോ ഈ മാല മാത്രമാ എന്ന് പറഞ്ഞുകൊണ്ട് ഊരിക്കൊടുത്ത മാലയാ. എന്തിനാ പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങള് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹസനും ഹുസൈനും എന്റെ പ്രിയമുള്ളവരെ മുലപ്പാൽ ലഭിക്കാതെ കരയുകയാ. റസൂലുള്ള ചൂടാകുകയാ. ഫാത്തിമ എന്തേ മുലപ്പാൽ കൊടുക്കാത്തതെന്തേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാ, വാപ്പാ, അങ്ങയുടെ പൊന്നുമോളാകുന്ന ഞാനുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ടോ മരുന്ന് കഴിച്ചിട്ടോ ദിവസങ്ങളായി വാപ്പാ. എന്റെ മാറിലേക്ക് എന്റെ മക്കൾ വന്ന് പാല് കുടിക്കാൻ നോക്കുമ്പോ എന്റെ മാറിൽ നിന്ന് പാല് വരുന്നില്ല വാപ്പാ, ചോരയാണ് വരുന്നത് വാപ്പാ. ആ സമയത്ത് പോലും ഊരിക്കൊടുക്കാത്ത മാലയുണ്ടല്ലോ, ഒരു പാവപ്പെട്ട യാചകന് വേണ്ടി ഊരിക്കൊടുത്തെന്ന് പറയുമ്പോ റസൂലുള്ള പറയുകയാ, അസദഖതു റദ്ദുൽ ബലാ, സദഖ എന്ന് പറയുന്നതോ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് പറയുമ്പോ നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു വന്ന ബക്കറ്റിലേക്ക് ഒരു രൂപയെങ്കിലും ഇട്ടവരെ ഇൻഷാ അല്ലാഹ് എഴുതി വെച്ചോ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. പടച്ചവരെ, ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോയപ്പോ അതിലേക്ക് സ്വതക്ക കൊടുത്ത പാവങ്ങളുടെ മാതാപിതാക്കൾ പലരുമല്ല, കുടുംബാദികൾ പലരുമല്ല, ഉസ്താദന്മാര് പലരുമല്ല, ഖബറിലാണ് നാദാ. ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. രണ്ട്, ആരാണോ നന്മകൾ ചെയ്യുന്നത് അവര് മരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈമാനോടുകൂടി മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ നന്മകൾ ചെയ്യുന്നത് അവരെന്റെ പ്രിയപ്പെട്ടവരെ ഈമാനോടുകൂടി മരിക്കും. ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സ്വതക്കകൾ എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിയണം. അല്ലാഹുവേ, അങ്ങനെ സ്വതക്ക കൊടുക്കണവരാരാ, നന്മകൾ ചെയ്യുന്നവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിച്ച് സ്വർഗത്തിൽ കിടക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പോലും പറയുമ്പോ അതാ പറയണേ. അപ്പൊ ഇന്നലെയൊക്കെ ഒരുപാട് സഹോദരങ്ങൾ ഉസ്താദെ 30,000 കൊടുക്കാം, 15,000 കൊടുക്കാം എന്ന് പറഞ്ഞ് കുറച്ചു പേര് എണ്ണീച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ എഴുതി വെച്ചോ, സദഖ കൊടുത്തതിന്റെ പേരിൽ ഒരാൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വരെ തീഹാനയിലായിട്ടില്ല. സദഖ കൊടുത്തതിന്റെ പേരിൽ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് പറയാ, ബക്കറ്റിലേക്ക് പൈസ ഇട്ടതിന്റെ പേരിൽ ഒരാൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വരെ എന്റെ പ്രിയപ്പെട്ടവരെ യതീഖാനയിലായിട്ടില്ല. അതാ പറയണേ, ആരാണോ നന്മകൾ ചെയ്യുന്നവരാരാ അവര് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ, അങ്ങനെ മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, ഹസനിയ നമ്മുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽഹംദുലില്ലാഹ് ഒരുപാട് തേജസ്സോടുകൂടി വളർന്നു പന്തളിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ നേതൃത്വം എന്ന് പറയുന്ന സയ്യിദവറുകളാണ്. ആ സയ്യിദവറുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കൈ നീട്ടുമ്പോ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന സ്വതക്ക കൊടുത്തോ, എഴുതി വെച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ഈമാനോട് മരിക്കുമെന്ന അല്ലാഹുവേ നീ കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹുവേ, അങ്ങനെ മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. 3, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുക, 1 വിശ്വാസികൾ, 2 നന്മ ചെയ്യുന്നവര്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, 3ാമത്തെ വിഭാഗമാരാ അൽഹംദുലില്ലാഹ് ആഖിബത്ത് നന്നാകുന്ന 3ാമത്തെ വിഭാഗമാരാ മരിക്കുന്ന സമയത്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്ന 3ാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, ദഅവത്ത് നടത്തുന്നവരാരാ, ദീനീ
പ്രബോധനങ്ങൾ ചെയ്യുന്നവരാരാ? അള്ളാന്റെ ഖുർആനിന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ, വതവാസൗ ബിൽ ഹഖ്. ആരാണോ ദഅവത്ത് ചെയ്യുന്നതോ, ആരാണോ ദീനി പ്രബോധനം നടത്തുന്നതോ, ആരാണോ അസത്യത്തിനെതിരെ പോരാടുന്നതോ, ആരാണോ സത്യത്തിന് വേണ്ടി പോരാടുന്നതോ, ഇൻഷാ അല്ലാഹ് അവരുടെ ആഖിബത്തുണ്ടല്ലോ, അല്ലാഹു നന്നാക്കുന്നതാ. ഇവിടെ എത്രയോ പണ്ഡിതന്മാര് വഅദ് പറഞ്ഞല്ലോ, എത്രയോ സയ്യിദന്മാര് വഅദ് പറഞ്ഞല്ലോ. ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രസംഗിക്കുമ്പോ, നിങ്ങൾക്ക് വേണ്ടി ഉപദേശങ്ങൾ നടത്തുമ്പോ, ഇൻഷാ അല്ലാഹ് അത് ഇഖ്ലാസോട് കൂടി എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതിനെന്റെ പ്രിയമുള്ളവരെ പ്രതിഫലമുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ, ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് പറയുകയാ, ഹസനിയ അറബി കോളേജില് 60ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. 60ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങള് ഹസനിയ അറബി കോളേജിൽ പഠിക്കുമ്പോ, ആ അറബി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോ ഇൻഷാ അല്ലാഹ് 6 കൊല്ലങ്ങൾ കഴിയുമ്പോ, 7 കൊല്ലങ്ങൾ കഴിയുമ്പോ, 8 കൊല്ലങ്ങൾ കഴിയുമ്പോ അവരെന്റെ പ്രിയമുള്ളവരെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്നു പടച്ചവനെ സനതെടുക്കുമല്ലോ. അതിനുശേഷം എന്റെ പ്രിയപ്പെട്ടവരെ ഖിദ്മത്ത് ചെയ്യാൻ ദീനീ സ്ഥാപനങ്ങളിൽ കയറുമല്ലോ. അവരെന്റെ പ്രിയമുള്ളവരെ ദീനീ സേവകരാ. ഇവിടെ ഇരിക്കുന്ന വെള്ള തലപ്പാവ് ധരിച്ച മുത്തഅല്ലിമീങ്ങൾ എന്ന് പറയുന്നതോ അത് അല്ലാഹുവിന്റെ മലായിക്കത്തുകളുടെ ചിറകിന്റെ അടിയിലോ അൽഹംദുലില്ലാഹ് ജീവിക്കാൻ കഴിയുന്നവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ ഞാനും പഠിച്ചത് ഇവിടെ തന്നെയാ. പടച്ചവനെ ചാലിയത്താണ് ഞാനും പഠിച്ചതോ. അല്ലാഹുവേ, പഠിക്കുന്ന സമയത്ത് ഭക്ഷണം നൽകി എത്രയോ സാധുക്കളുണ്ടെന്നറിയോ? അതിലേകദേശം എന്റെ പ്രിയപ്പെട്ടവരെ ആളുകൾ മുഴുവന് കടലിൽ പോയി ജീവിക്കുന്നവരാ. അവരെ കടലിൽ പോയി കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പൈസയുണ്ടല്ലോ, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുമ്പോ, ഹസനിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോ, അതെന്തിനാണ് ചെറുപ്പക്കാരാ നമ്മൾ മരിച്ച് ഖബറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലമുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ. ഈ മുത്തഅല്ലിമീങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാ. ഇന്ന് രാത്രി എന്റെ പ്രിയമുള്ളവരെ വഅദ് കഴിഞ്ഞിട്ടു ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ? വിളിക്കാതെ വരുന്ന അതിഥിയാരാ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, ഈ മനോഹരമാകുന്നു വഅദ് കഴിഞ്ഞ എന്റെ പ്രിയമുള്ളവരെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാ, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയുണ്ടോ, സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? അസ്റായീൽ കടന്നു വരുന്ന കോലമെങ്ങനാ? ഉസ്താദന്മാര് പറയുമല്ലോ, തലമറക്കണമെന്ന് പറയുമ്പോ, ഹിജാബ് ധരിക്കണമെന്ന് പറയുമ്പോ ഞങ്ങളത് ചെയ്യൂല. ഏതെങ്കിലും ഒരു ഉസ്താദ് വയലിന്റെ ഇടയിലോ ഏതെങ്കിലും ഒരു പെണ്ണിനെതിരെ പറയുമ്പോ അവർക്കെതിരെ കേസ് കൊടുക്കാൻ വെമ്പല് കൊള്ളുന്നവര് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ വയലിന്റെ സദസ്സ് കഴിഞ്ഞിട്ടു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അസ്റായീൽ കടന്നു വരികയാ. അസ്റായീൽ കടന്നു വരുന്ന കോലമെങ്ങനാ? അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? അസ്റായീൽ കടന്നു വരുന്ന രംഗമെങ്ങനാ? നമസ്കരിച്ചവരാണോ? നോമ്പ് പിടിച്ചവരാണോ? സ്വതക്ക കൊടുത്തവരാണോ? നന്മകൾ ചെയ്തവരാണോ? ഹിജാബ് ധരിച്ചവരാണോ? തലമറച്ചവരാണോ? ഇബാദത്ത് ചെയ്തവരാണോ? അസ്റായീൽ കടന്നു വരുന്നത് എങ്ങനാ? പടച്ചവനെ, മുഖമെല്ലാം പ്രകാശിച്ചു കണ്ട് കടന്നു വരികയാ. സുഗന്ധമെന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് ഈമാനോടെ അസ്റായീൽ കടന്നു വരികയാ. എന്നാ പടച്ചവനെ, നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ സകാത്ത് കൊടുക്കാതെ ഉസ്താദന്മാര് വഅദ് പറയുമ്പോ അതിനെതിരെ തെറി പറയുന്നവരോട് പറയുകയാ, നമ്മുടെ നാട്ടിൽ സ്ഥാപനങ്ങൾ നടക്കുമ്പോ അതിനുവേണ്ടി പൈസ ചോദിക്കുമ്പോ അവരെ തെറി പറയുന്നവരോട് പറയുകയാ, അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? മുഖമെല്ലാം കറുത്തിരുണ്ടുകൊണ്ട് കടന്നു വരികയാ. ദുർഗന്ധം എന്റെ പ്രിയമുള്ളവർ
പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ടു അസ്രായീൽ കടന്നു വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതാ. അതുകൊണ്ട് പറയുകയാ, ദഅവത്ത് നടത്തുന്നവരാരാ, സത്യത്തിന് വേണ്ടി പോരാടുന്നവരാരാ? ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവരെ, അനീതികൾ നടക്കുമ്പോ അതിനെതിരെ പോരാടുന്നവരാരാ? ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കുമെന്ന് നിബിധങ്ങൾ പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ, നമ്മുടെ മക്കളോ കഞ്ചാവിനെന്റെ പ്രിയപ്പെട്ടവരെ അടിമപ്പെടാൻ പാടില്ല, ലഹരിക്കെന്റെ പ്രിയമുള്ളവരെ അടിമപ്പെടാൻ പാടില്ല. ഏകദേശം 3 മാസം മുമ്പ് പടച്ചവനെ ലക്ഷദ്വീപില് അമിനി എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. അവിടെ ഞാൻ 5 ദിവസത്തെ വയലിന് പോയപ്പോ 5ാമത്തെ ദിവസോ വയലിന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ പോകുമ്പോ ഒരു പാവപ്പെട്ട വാപ്പ വന്നെന്റെ കയ്യിൽ 1000 രൂപ തരികയാ. എന്നിട്ട് എന്നോട് പറയുകയാ, ഉസ്താദേ ബക്കറ്റിലേക്ക് നിങ്ങളുടെ കൈ കൊണ്ടിടണേ, എന്റെ മകന് വേണ്ടി ദുആ ചെയ്യണേ. ഞാൻ ചോദിച്ചു, എന്തിനാ ദുആ ചെയ്യുന്നതോ? ആ വാപ്പ കരണ്ട് കൊണ്ട് പറയുകയാ, അമിനി ദ്വീപിലുള്ള എന്റെ പൊന്നുമോനുണ്ടല്ലോ കഞ്ചാവിനടിമയാ. ഉസ്താദേ, എന്റെ പൊന്നുമോനുണ്ടല്ലോ കഞ്ചാവിനടിമയാണെന്ന് പറയുമ്പോ കരഞ്ഞുകൊണ്ടൊരു പിതാവ് പറയുമ്പോ, എന്റെ പ്രിയമുള്ള ഉമ്മ, മക്കളെ നല്ല രീതിയിൽ പറഞ്ഞു വിടുക, മക്കളെ നല്ല രീതിയിൽ പറഞ്ഞു വിടുക, മദ്രസയിലേക്ക് പറഞ്ഞു വിടുക, സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞു വിടുക. അവര് സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ, അനീതിക്കെതിരെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കട്ടെ. എന്നാൽ അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്നു ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തെ വിഭാഗം നബി തങ്ങൾ പറയുന്നു, ആരാണോ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വേദനകൾ വന്നാലും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നൊമ്പരങ്ങൾ വന്നാലും, ഞാൻ നിങ്ങളോട് പറയാ, ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് കൊണ്ട് കളവ് പറയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് ഒരു ഹർഫ് പോലും എന്റെ പ്രിയപ്പെട്ടവരെ കളവ് പറയാൻ പാടില്ല. ഇപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, നിങ്ങൾ സ്വാഭാവികമായിട്ടും വീട്ടിലൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് ഒരു 2 പേര് കൂടുമ്പോ ചിലപ്പോ എന്തുണ്ടാവും, അവിടെ ഫിത്ന ഉണ്ടാവും. അല്ലാഹു കാത്തിരിശുകുമാർ ആവട്ടെ. നമ്മുടെ നാവ് കൊണ്ട് തോന്നിയ വാസം ഒരാളെ പറ്റിയിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ പാടില്ല. അള്ളാന്റെ ഖുർആൻ പറയാ, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാരാ, അവരുടെ ആഖിബത്ത് നന്നാകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുമ്പോ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ഇവിടെ ഇരിക്കണ മക്കള്, ഇവിടെ ഇരിക്കണ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങള്, അവരെന്റെ പ്രിയപ്പെട്ടവർ 6ഉം 7ഉം കൊല്ലം 8ഉം കൊല്ലം ഹസനിയ അറബിക് കോളേജിൽ പഠിച്ചിട്ട് അവരെന്റെ പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അസത്യത്തിനെതിരെ എന്റെ പ്രിയപ്പെട്ടവരെ പോരാടാനാ, അനീതിക്കെതിരെ എന്റെ പ്രിയപ്പെട്ടവരെ പോരാടാനാ. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, നിങ്ങൾ ചെലവും കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, എല്ലാ പൈസയും കൊടുത്ത്, എല്ലാ വർഷത്തിലും വന്ന് 30,000-ഉം 15,000 ഒക്കെ ഏൽക്കുന്നത് എന്തിനു വേണ്ടിയാ? റബ്ബേ, ഈ മക്കൾ നാളെ പഠിച്ചിറങ്ങി എവിടെയെങ്കിലും ഇമാമ് നിൽക്കുമ്പോ, എവിടെയെങ്കിലും ദർസ് ഓതുമ്പോ, എവിടെയെങ്കിലും വയല് പറയുമ്പോ, എവിടെയെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുമ്പോ, എവിടെയെങ്കിലും സമസ്തയുടെ നേതൃത്വ പദവിയിൽ ഇരിക്കുമ്പോ അതിന്റെ പ്രതിഫലം റബ്ബേ ഞങ്ങളുടെ ഖബറിലേക്കും നൽകണേ അല്ലാ എന്നുള്ള നെയ്യത്ത് വെച്ചുകൊണ്ടാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കൊടുത്തോ, 1000 കൊടുത്ത് അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. 3ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആരാണോ എന്റെ പ്രിയപ്പെട്ടവരെ സത്യത്തിന് വേണ്ടി പോരാടുന്നവരാരാ, അവരുടെ ആഖിബത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നന്നാകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ റാഹത്തിലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുക. അല്ലാഹുവേ, പറയുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പഠിക്കാൻ നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. 3 കാര്യങ്ങൾ പഠിച്ചു. 4ാമതാര മരിക്കണ സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന 4ാമത്തെ വിഭാഗം ആരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഖുർആൻ ഓതിക്കൊണ്ട് പറയുമ്പോ 4ാമത്തെ വിഭാഗം ആരാ? 4ാമത്തെ വിഭാഗം ആരാ? ഈ പറയുന്ന വിഭാഗങ്ങളിൽ എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമുണ്ടല്ലോ കടന്നു വരേണ്ടതാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വതവാസൗ ബിസ്സബ്ർ. ആരാണോ പ്രയാസങ്ങൾ വരുമ്പോ
ആരാണോ പ്രതിസന്ധികൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, താങ്ങാൻ കഴിയാത്ത കടങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, ഉസ്താദേ ക്യാൻസർ ആണല്ലോ, ഉസ്താദേ ബ്രെയിൻ ട്യൂമർ ആണല്ലോ, ഉസ്താദേ ലിവർ രോഗമാണല്ലോ എന്ന് പറയുന്നവരോട് പറയുകയാ, ക്ഷമിക്കാൻ എന്റെ പ്രിയമുള്ളവരെ കഴിയുന്നവരാരാ? പടച്ചവനെ ക്ഷമിക്കുന്നവരാരാ? ക്ഷമിക്കുന്നവരാരാ? ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോ അവിടെ ആരാണോ ക്ഷമിക്കുന്നതോ ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോട് കൂടി മരിക്കുന്നതാണെന്ന് ഖുർആനിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരോട് പറയുകയാ, ബിലാൽ തങ്ങളോ എത്രയോ വേദനകൾ സഹിച്ചവരാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോ എത്രയോ വേദനകൾ സഹിച്ചവരാ. ഏകദേശം 3 കൊല്ലം മുമ്പ് ഞാൻ എറണാകുളം പള്ളിയിൽ ജോലി ചെയ്യുമ്പോ എന്റെ പള്ളിയുടെ മുമ്പിൽ ഏത് സമയത്തും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. 2 മക്കളാണ്. 25 വയസ്സുള്ളൊരു പൊന്നുമോനാണ്, 26 വയസ്സുള്ളൊരു പൊന്നുമോനാണ്. ഒരു ദിവസം എന്റെ പ്രിയമുള്ളവരെ ആ 2 മക്കൾക്കും ഓട്ടിസം ബാധിച്ച മക്കളാ. ഒരു ദിവസം വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോ പള്ളിയുടെ സെക്രട്ടറി ഉണ്ടല്ലോ വിഷമത്തോടു കൂടി പറയുകയാ, ഉസ്താദേ, പ്രിയമുള്ള ഉസ്താദ്, പള്ളിയുടെ മുമ്പിൽ ഏത് സമയത്തും ചിരിക്കുന്നൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ചെറിയൊരു ചുമ വന്നതാ, ക്യാൻസർ ആണ് ഉസ്താദ്. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് റൂമിൽ വന്ന് പറയുകയാ, ഉസ്താദേ എനിക്ക് താങ്ങാനെ കഴിയുന്നില്ല, ഉസ്താദേ ക്യാൻസർ ആണെന്ന് പറയുമ്പോ ഉസ്താദേ താങ്ങാനെ കഴിയുന്നില്ല എന്നൊരു സാധുവായ സഹോദരൻ പറയുകയാ. 7 ദിവസം കഴിഞ്ഞപ്പോ ആ സഹോദരൻ എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെടുകയാ. അതുകൊണ്ട് പറയുകയാ, രോഗങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, കടങ്ങൾ വരുമ്പോ, താങ്ങാൻ കഴിയാത്ത വേദനകൾ വരുമ്പോ പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, ഉസ്താദേ മക്കളില്ലല്ലോ, 6 കൊല്ലമായല്ലോ, 7 കൊല്ലമായല്ലോ, 8 കൊല്ലമായല്ലോ, 10 കൊല്ലമായല്ലോ, 15 കൊല്ലമായല്ലോ, മക്കളില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, ക്ഷമിക്കണമെന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ക്ഷമിക്കാൻ കഴിയണമെന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞു തരാ. സങ്കടങ്ങൾ വരുമ്പോ, ത്യാഗങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ ഒരു വാക്ക് നിങ്ങൾ പറയണമെന്റെ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സങ്കടങ്ങളും വേദനകളും വരുമ്പോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പറയേണ്ട വാക്കേതാ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്നെ പ്രിയമുള്ളവരെ പറയണമെന്ന് പ്രവാചകൻ പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് പറയുകയാ, ക്ഷമിക്കുന്നവരാരാ? അവരുടെ ആഖിബത്തുണ്ടല്ലോ അല്ലാഹു നന്നാക്കുന്നതാ. സുമയ്യ ബീവിയുടെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ അറിയുമോ? ബഹുമാനപ്പെട്ട പ്രവാചകനാകുന്ന നബി തങ്ങളോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ തങ്ങളുമായിട്ട് ഒരു മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോ ഉസ്മാൻ തങ്ങളായിട്ട് ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു കാഴ്ച കാണുകയാ. എന്താണ് കാഴ്ചയെന്നറിയോ? മഹദി സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ, സുമയ്യ ബീവിയുടെ ഭർത്താവിനെയുണ്ടല്ലോ, സുമയ്യ ബീവിയുണ്ടല്ലോ, ഖുറൈശി വർഗത്തിലുള്ള ആളുകളോ മകന്റെ മുമ്പിൽ വെച്ച് അടിക്കുകയാ, മകന്റെ മുമ്പിൽ വെച്ച് ഇടിക്കുകയാ. റസൂലുള്ള നോക്കുമ്പോ സുമയ്യ ബീവിയുടെ ഭർത്താവിനെയുണ്ടല്ലോ തലകീടായിട്ടോ പടച്ചവനെ അൽഫാം ചുടുന്നത് പോലെ സുമയ്യ ബീവിയുടെ ഭർത്താവിനെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു തീക്കുണ്ടാരത്തിലേക്കോ ഇട്ടുകൊണ്ട് കരിക്കുകയാ. സുമയ്യ ബീവി കരയുകയാ, സുമയ്യ ബീവി വേദനിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങളെ കാണുമ്പോ സുമയ്യ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഞങ്ങൾ
ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണോ, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണോ എന്നെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ സുമയ്യ ബീവിയോട് റസൂലുള്ള പറയുകയാ, കരയല്ല സുമയ്യ, വിഷമിക്കല്ല സുമയ്യ, ക്ഷമിക്കണേ സുമയ്യ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. സുമയ്യ ബീവി ചിരിക്കുകയാ, സുമയ്യ ബീവി ചിരിക്കുകയാ. ശത്രുക്കളന്റെ പ്രിയപ്പെട്ടവരെ സുമയ്യ ബീവിയെ അടിക്കുകയാ. സുമയ്യ ബീവിയുടെ ഈമാന് കാണുമ്പോ പടച്ചവരെ അബൂജഹലുണ്ടല്ലോ ഒരു കുന്തം ഇങ്ങനെ എടുക്കുകയാ. സുമയ്യ ബീവിയുടെ നട്ടലിലേക്ക് പടച്ചവനെ കുത്തിയിറക്കുകയാ. സുമയ്യ ബീവി കരയുകയാ. സുമയ്യ ബീവിയുണ്ടല്ലോ പടച്ചവനെ ശത്രുക്കളുടെ മുഖത്ത് നോക്കി പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. പടച്ചവനെ ഖുറൈശികളുണ്ടല്ലോ പടച്ചവനെ വല്ലാതെ ചൂടാകുകയാ. സുമയ്യ ബീവിയുടെ നട്ടലിലുള്ള പടച്ചവനെ കുന്തമുണ്ടല്ലോ വലിച്ചെടുത്തുകൊണ്ട് ഗുഹ്യ സ്ഥാനത്തേക്ക് കുത്തിയിറക്കുകയാ. സുമയ്യ ബീവി ക്ഷമിക്കുമ്പോ, സുമയ്യ ബീവി വേദനിച്ചപ്പോ സുമയ്യ ബീവിക്കോ സ്വർഗമുണ്ടെന്ന് പ്രവാചകനാകുന്ന നബിതങ്ങൾ പറയുമ്പോ ഞാൻ എന്റെ വയല് നിർത്തുകയാ, നിങ്ങളോട് പറയുകയാ, സങ്കടങ്ങൾ വരുമ്പോ ക്ഷമിക്കുന്നവരാരാ ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഇത് മനോഹരമാകുന്ന സദസ്സാണല്ലോ, ഒരുപാട് മുത്തല്ലിമീങ്ങളുള്ള സദസ്സാണല്ലോ, ഒരുപാട് സയ്യിദന്മാരുള്ള സദസ്സാണല്ലോ, സയ്യിദന്മാര് നേതൃത്വം കൊടുക്കുന്ന സദസ്സാണല്ലോ. നിങ്ങളോട് പറയുകയാ, ഇന്ന് രാത്രി എങ്ങാനും വിട പറഞ്ഞു പോയാൽ, ഇന്ന് രാത്രി എങ്ങാനും മരണപ്പെട്ടു പോയാൽ, അസ്രായീല് കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ എന്റെ പെങ്ങളെ ഖബറിലെന്താ? അതുകൊണ്ടാണ് തലവ ഉസ്താദ് പാടി പറഞ്ഞതു, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരോ മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിന്റെ അകത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പടച്ചവനെ മൂടുപലക വെച്ചാൽ, പടച്ചവനെ മണ്ണിങ്ങനെ വാരിയിട്ടാൽ ഒരാള് പോലും ഉണ്ടല്ലോ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഖബറിലേക്ക് വരൂല. എന്നാൽ ഈ കാണുന്ന ഹസനിയ അറബി കോളേജിന് വേണ്ടിയിട്ടോ 1 രൂപയെങ്കിലും ഇഖ്ലാസോടെ കൊടുത്തു, 1 രൂപയെങ്കിലും ഇഖ്ലാസോടെ കൊടുത്തു. ഈ മുത്തല്ലിമീങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി കൊടുത്തു. എഴുതി വെച്ചോ, ഇത് ആശിഖ് ദാരിമിയുടെ വാക്കല്ല, ഇത് റസൂലുള്ളാഹിയുടെ വാക്കോ. എല്ലാവരും അതാ മരിച്ച ഖബറിൽ എന്റെ പ്രിയപ്പെട്ടവരെ കിടക്കുമ്പോ എല്ലാ മയ്യത്തിന്റെ വലത്തെ ഭാഗത്തു കൂടിയിട്ടോ ഒരു പ്രകാശമുണ്ടല്ലോ കടന്നു വരികയാ. അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അല്ലാഹുവേ ഇതെവിടെന്നാണ് അല്ലാ? എന്റെ ഖബറിലോ വലത്തെ കൈയുടെ ഭാഗത്ത് നിന്നോ ഈ പ്രകാശമുണ്ടല്ലോ കടന്നു വരുന്നതോ എങ്ങനാണ് അല്ലാ? ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, എന്താണ് പ്രകാശമെന്നറിയോ? അത് ഹസനിയ അറബി കോളേജിന് വേണ്ടി കൊടുത്ത സ്വതക്കയാണ് ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ, അത് അറബി കോളേജിന് വേണ്ടി കൊടുത്ത സ്വതക്കയാ പെങ്ങളെ. അതുകൊണ്ട് പറയുകയാ, നാളെ ഖബറിൽ കിടക്കുമ്പോ നിങ്ങളുടെ മയ്യത്തിന്റെ വലത്തെ കൈയുടെ ഭാഗത്ത് നിന്ന് ഒരു ഈമാനുള്ള പ്രകാശം കടന്നു വരണമെങ്കിലോ ആരാണോ സദക്ക കൊടുക്കുന്നത്? നിങ്ങളുടെ മക്കൾ കൊടുക്കൂല, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഖബറിൽ വരൂല. എന്നാൽ എല്ലാ ദിവസവും നിങ്ങളുടെ ഖബറിൽ വരുന്നൊരു സ്വതക്കയുണ്ട്. അൽഹംദുലില്ലാഹ്, അത് ഈ കൊടുക്കുന്ന സ്വതക്കയാണെന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാഹുവേ പടച്ചവനെ മരിക്കുന്ന സമയത്തോ ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യങ്ങളോ തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ആരാണോ
ക്ഷമിക്കുന്നത് അവര് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടങ്ങൾ വന്നാലും വേദനകൾ വന്നാലും കടങ്ങൾ വന്നാലും താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ വന്നാലും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, കൽപറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാൻ കഴിയണം. അങ്ങനെ ക്ഷമിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോ റബ്ബേ അതിനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ, അതിനുള്ള കബൂലിയത്ത് നൽകണേ അല്ലാ, അതിനുള്ള റാഹത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഞാൻ ചോദിക്കട്ടെ, ഉമ്മ മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ, ഉമ്മ മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ, അള്ളാഹു ഖബർ വിശാലാക്കട്ടെ. വാപ്പ മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ, വാപ്പ മരിച്ചവരുണ്ടെങ്കിൽ അള്ളാഹു ഖബർ വിശാലാക്കട്ടെ. വാപ്പയും ഉമ്മയും മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ, രണ്ടുപേരും മരണപ്പെട്ട അള്ളാഹു അവരുടെ ഖബർ നീ വിശാലാക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, നരകം നീ ഹറാമാക്കണേ അല്ലാ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും വാപ്പാന്റെ ഉമ്മാന്റെയും ഖബറിന്റെ ചാരെ പോയി സിയാറത്ത് ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ, ഒന്ന് രണ്ട് മൂന്ന് നാല് പേരാണ്. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ. നാളെ നമ്മൾ മരിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. നാളെ നമ്മൾ മരിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മൾ മരിച്ച് കബറിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കബറിന്റെ ചാര ചിലപ്പോ വരില്ല. എന്നാൽ നമ്മുടെ കബറിന്റെ അകത്ത് എല്ലാ ദിവസവും ഒരാൾ നമ്മളെ വന്ന് സന്ദർശിക്കും. അത് ഈ ഹസനി അറബിക് കോളേജിന് കൊടുക്കുന്ന സദക്കയായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവേ ആര് സദക്ക കൊടുത്താലും അവർ നീ കബൂലാക്കണേ അല്ലാ, അവർ നീ സ്വീകരിക്കണേ അല്ലാ, അവർ നീ റാഹത്തിലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് ചിലവുള്ള സ്ഥാപനമാണ് റബ്ബേ. ആരിവരെ സഹായിച്ചാലും റബ്ബേ അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ, അവർ നീ കബൂലാക്കണേ അല്ലാ. ഞാൻ പറഞ്ഞില്ലേ, കബറിൽ കിടക്കുമ്പോ നമ്മുടെ മയ്യത്തിന്റെ വലത്തെ കൈയുടെ ഭാഗത്തുകൂടി ഒരു പ്രകാശം വരുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അല്ലാഹുവോട് ചോദിക്കും, റബ്ബേ ഞാൻ ഒരുപാട് നന്മയൊന്നും ചെയ്തിട്ടില്ല റബ്ബേ, ഈ കബറിന്റെ അകത്ത് വലത്തെ കൈയുടെ ഭാഗത്തുകൂടി ഈ പ്രകാശം കടന്നു വരാനുള്ള കാരണം എന്താ റബ്ബേ? അല്ലാഹു പറയും, എടാ ചങ്ങാതി, നീ അന്ന് ഹസനി അറബിക് കോളേജിന് വേണ്ടി പൈസ കൊടുത്തില്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി 1 രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചാലും ആ അറബിക് കോളേജിന്റെ അകത്തിരിക്കണ മക്കള് നമുക്ക് വേണ്ടി ദുആ ചെയ്യൂലേ? നമ്മുടെ മക്കള് നമ്മുടെ ഖബറിലേക്ക് ഹദിയ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഈ കൊടുക്കുന്ന 1 രൂപയുടെ കാരണം കൊണ്ടായിരിക്കാം നാളെ അറബിക് കോളേജിലെ പ്രിയപ്പെട്ട മക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്.